നമസ്തേ നമസ്തേ. ഇന്ന് വെള്ളിയാഴ്ചയായി. അപ്പോൾ ഞങ്ങൾ തിരുപ്പതി ഇന്നലെ രാത്രി തിരുപ്പതി തൊഴുതു. തിരുപ്പതിയിൽ നിന്ന് രാത്രി തിരിച്ചെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു കേട്ടോ. വന്ന് സുഖമായിട്ട് ഈ ഹോട്ടലിൽ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നിട്ട് 7:15 ഞങ്ങളിവിടെ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക. എ ടു ബിയിൽ പോയി ഭക്ഷണം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക. പിന്നെ എവിടേക്കാണ് നമ്മൾ പോയി? കാളഹസ്തിയിൽ പോയിട്ട് തൊഴാട്ടോ. ഭഗവാൻ പരമശിവൻ്റെ അമ്പലമാണ് കാളഹസ്തി എന്ന് പറയണത്. അവിടെ ഈ രാഹു പൂജയൊക്കെ ചെയ്യാൻ നല്ലതാണ് പറയണത്. നമുക്ക് പോകാൻ എന്തായാലും കാണാം കേട്ടോ. ശരി. ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് റിസപ്ഷനിൽ വന്ന് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഭംഗിയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ കാണുന്നത് നല്ലൊരു ഗാർഡനാണ്. അവിടെ കുറേ പേര് ഈ മോർണിംഗ് വാക്കിന് വന്നിട്ടുണ്ട്. അപ്പുറത്ത് പോയാൽ നമുക്കും മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഓടുകയോ നടക്കുകയൊക്കെ ചെയ്യാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. ആ വണ്ടിയുടെ പേരില്ലേ സപ്തഗിരി. എന്താ കാരണം അറിയോ? 7 ഗിരികൾ 7 പർവ്വതങ്ങളുടെ അപ്പുറത്താണ് ലക്ഷ്മി വെങ്കടേശ്വരൻ ആണ് സപ്തഗിരി. ഇതൊന്നും നമ്മൾ താമസിക്കുന്ന ഇത് കേട്ടോ ചേട്ടാ. ബാലാജി ഗ്രീൻ പാർക്ക്, ഹോട്ടൽ ബാലാജി ഗ്രീൻ പാർക്ക്. ആൾക്കാരൊക്കെ വന്നു കേട്ടാ. ഇവർ വന്നു. നമ്മുടെ റൂം അതായിരുന്നു അല്ലേ? എത്ര നേരമുണ്ട്? 1 ആണോ? അപ്പോൾ 1, 2, 3, 4, 5 നിലയുണ്ട് കേട്ടോ. 5 നിലയുണ്ട്. നോക്കുക, അവിടെ പോയി നടക്കാൻ കണ്ടോ? അവിടെ എവിടേക്കാ? കുടിച്ചില്ലേ നിങ്ങൾ അവിടെ? അത് വേണ്ടാന്ന് അല്ലേ? ചായ കുടിക്കാം. കുടിച്ചോളൂ. ടാക്സി വേണോന്ന് എവിടേക്കും പോവാനാണെങ്കിലേ നേരത്തെ പോയാ തിരുപ്പതി പോയാ എളുപ്പമൊന്നുമല്ല. ഇയാളോടൊന്ന് ചോദിക്കായിരുന്നു അല്ലേ? എല്ലാവരും ബാഗൊക്കെ എടുത്ത് വന്നു കേട്ടാ. ഇപ്പം എത്ര മണി? എല്ലാവരും വേണ്ട. അത് കാരണം നിങ്ങളൊക്കെ ചുരിദാർ ഇട്ടു. ചേട്ടാ നമുക്ക് മോളിൽ പോയിട്ട് ദിവ്യാനന്ദ ഗാർഡൻ. ഓഹോ, അതെ ദിവ്യാനന്ദ ഗാർഡൻ. ശരി. ഇപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഗാർഡൻ്റെ പേര് ദിവ്യാനന്ദ ഗാർഡൻ ആണത്രേ. ഇവിടെ കൊണ്ടുവച്ചിട്ട് അകത്ത് കയറി കേട്ടോ. ചാർജർ, കണ്ണാടിയുടെ കവർ ഇതൊക്കെ എടുത്തോ. അടുത്ത് തിരുപ്പതി വന്നാലേ പറ്റത്തുള്ളൂ. കവർ പെട്ടി വന്നല്ലോ. പെട്ടി ഇവിടെ വന്നവരെല്ലാവരും അകത്തോട്ട് കയറി കേട്ടോ. ലഗേജ് ഇവിടെ വന്നവരെല്ലാവരും അകത്തോട്ട് കയറിക്കോളാം. ഞങ്ങളിന്ന് ചെക്കൗട്ട് ചെയ്തുല്ലോ. ഇപ്പോൾ ഇനി പെട്ടിയൊക്കെ ബസ്സിൽ വെക്കും. എല്ലാ ലഗേജും ബസ്സിൽ വെക്കും. അപ്പോൾ നമ്മൾ ഇനി ക്ഷേത്ര ദർശനത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് നമ്മൾ ട്രെയിനിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്കെല്ലാവർക്കും വണ്ടിയിൽ കയറി ഇരിക്കാം. നമ്മളിവിടുന്ന് ആദ്യം പോവുക A to Bയിലാണ് കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുള്ളൂ. അപ്പം നമ്മൾ വെക്കേറ്റ് ചെയ്യാണ് ബാലാജി ഗ്രീൻ പാർക്കിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ അടുത്ത യാത്ര കാളഹസ്തി. ചെയ്യുന്നവർക്കെല്ലാം ഒരാളെയും കൂടെ ഇരുത്താം. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇരിക്കും. അപ്പം നമ്മൾ ഈ കാളഹസ്തിയിൽ നിങ്ങൾ ആദ്യം ചെയ്യാം രാഹു കേതു പൂജ ചെയ്യുന്നവരെ ഞാൻ ആദ്യം ദർശനത്തിന് കൊണ്ടുപോകും കേട്ടോ. രണ്ടാമത് 2 ബാച്ചായിട്ടായിരിക്കും. അവരാദ്യം ദർശനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വന്ന് നിങ്ങൾ നേരെ വെയിറ്റ് ചെയ്യണം. രാഹു കാലം ഇന്ന് 10:30-ക്കാണ്. അപ്പം അടുത്ത പൂജ 10:30-ക്കേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ 8 മണിക്കൊരു പൂജ കഴിയും. 8:15-നുള്ള പൂജയ്ക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഒരു സെക്കൻഡ്, 8:15-ന്റെ പൂജ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ 9:30 കഴിഞ്ഞ് 10:15-ന്റെ പൂജയ്ക്കായിരിക്കും കയറുക. അപ്പോൾ ദർശനവും കഴിഞ്ഞ് നമുക്ക് രാഹു കേതു പൂജ ചെയ്യുന്ന ഹാളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. പൂജാ സാധനങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അവിടെ ഒരാളുണ്ട്, ഇതെല്ലാം അറേഞ്ച് തരാൻ വേണ്ടി ഒരാളുണ്ടാവും അമ്പലത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് 100 രൂപ വെച്ച് കൊടുക്കും ഒരാൾ. രാഹു കേതു ചെയ്യുന്ന ഒരാൾ, 2 പേര് ഇരിക്കുന്ന കൂടിയും ഒരാൾ വെച്ച് കൊടുത്താൽ മതി. ടിക്കറ്റിന് 6 പേരിലാണ് ടിക്കറ്റ്. പെർ ഹെഡ് 100 റുപ്പീസ് വെച്ച് കൊടുക്കണം. അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ കൊടുത്തോളാം കേട്ടോ. അപ്പം അദ്ദേഹം തന്നെ നമുക്ക് പൂജാ സാധനങ്ങളെല്ലാം അതിനകത്ത് എത്തിക്കും. ഇത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ ഒരു നാഗം കിട്ടും, ഒരു തകിട് നാഗം കിട്ടും കേട്ടോ. അത് നമുക്ക് അവിടുത്തെ കാണിക്കയെ വഞ്ചി ഇടേണ്ടതാണ്. പൂജ കഴിഞ്ഞിട്ട് അമ്പലത്തിനകത്തല്ല, പുറത്ത് തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഇട്ടിട്ടായിരിക്കും കയറാൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ കാളഹസ്തിയിൽ വേറെ 2 പ്രതിഷ്ഠകളുണ്ട്. അറിയാമോ? എല്ലാവർക്കും അറിയാമോ? പാതാള ഗണപതി കേട്ടോ. പാതാള ഗണപതി. ഓക്കെ. അപ്പോൾ പാതാള ഗണപതിയിൽ ഈ രാഹു കേതു പൂജ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പാതാള ഗണപതി കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും അത് കഴിയും. ദർശനം നടത്തിയിട്ടായിരിക്കും വരിക. അല്ലാത്തവർ പാതാള ഗണപതി തൊഴുതിട്ടായിരിക്കും നമ്മൾ ദർശനം നടത്തുന്നത് കേട്ടോ, ചെയ്യാത്തവർ. ഓക്കെ. അത് A to B എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് കാളഹസ്തിയിലേക്ക് തിരിക്കാം. എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ട്. A to Bയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നോക്കൂ, 4 തരം ചമ്മന്തി, ഒരു സാമ്പാർ, പിന്നെ ഒരു ഇഡ്ഡലി, ഒരു മസാല ദോശ, ഒരു വട, പൊങ്കൽ, പിന്നെ കേസരി. ഇതെല്ലാതും കൂടി കഴിക്കുമ്പോണ്ടല്ലോ നമ്മുടെ വയറിന്നറിയും. കുറച്ചേ ഉള്ളെങ്കിലും എല്ലാം സൂപ്പർ സാധനങ്ങളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി എല്ലാവരും ബസ്സിൽ കയറും. ഗോൾഡൻ ടുലിപ്പ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ കോർഡിനേറ്റർ നമുക്ക് വിശദീകരിച്ച് തരാണ്. അപ്പം നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ പേര് കാളഹസ്തി എന്നാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ കാളഹസ്തി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ശൈവ ക്ഷേത്രമാണ് കാളഹസ്തീശ്വര ക്ഷേത്രം. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായ കാളഹസ്തിയിൽ വായുലിംഗമാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രനഗരമായ തിരുപ്പതിയിൽ നിന്ന് 36 കിലോമീറ്റർ അകലെയായിട്ട് സ്വർണ്ണമുഖി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാഹു കേതു ക്ഷേത്രമെന്നും ദക്ഷിണകാശി എന്നും ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. 5-ാം നൂറ്റാണ്ടിലാണ് പ്രധാന ക്ഷേത്രം നിർമ്മിച്ചത്. ചുറ്റമ്പലം 12-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരുമാണ് ചെയ്തത്. കാളസർപ്പദോഷ പൂജ, രാഹു കേതു ദോഷ നിവാരണ പൂജ ഇവയാണ് പ്രധാനപ്പെട്ട വഴിപാട്. ഇവിടെ ഭഗവാൻ പരമശിവനെ കൂടാതെ പാർവതീദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ പാതാള ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ കണ്ണപ്പൻ്റെ ക്ഷേത്രമുണ്ട്. കണ്ണപ്പൻ്റെ ക്ഷേത്രം എന്ന് വെച്ചാൽ വളരെ ഒരു ഐതിഹ്യമുണ്ട്. ശിവഭക്തനായ കണ്ണപ്പന് ഭഗവാൻ പരമശിവൻ മോക്ഷം കൊടുത്ത ഒരു കഥയുണ്ട്. ആ കഥ പിന്നീട് ഞാൻ പറയാം.
നോക്കൂ, സൈഡിൽ കാണുന്ന മനോഹരമായ നെൽവയലുകൾ കണ്ടാൽ ശരിക്കും നമ്മുടെ പാലക്കാടിനെ ഓർമ്മിപ്പിക്കും അല്ലേ? നമ്മളിപ്പോൾ അവിടെ എത്താറായെന്ന് തോന്നണം. നോക്കൂ, റോട്ടിൽ നിറയെ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്ത് മനോഹരമാണെന്നോ, കണ്ടോ? ഹായ്, ഇതിൽ കൃഷിക്കാരാണ് ഇവിടെ. നമുക്കറിയാലോ, ആന്ധ്രാപ്രദേശിൽ നിന്ന് നമ്മുടെ അവിടേക്ക് അരി കൊണ്ടുവരുന്നൊക്കെ കേട്ടിട്ടില്ലേ? നല്ല കൃഷിക്കാരാണ്. നെൽകൃഷിയുടെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. ആ കണ്ടോ, വൈക്കോൽ കൂനയൊക്കെ കണ്ടോ? ത്രികോണാകൃതിയിൽ, വീടിൻ്റെ ആകൃതിയിലായി ഇവർ വൈക്കോൽ ഇങ്ങനെ നമ്മൾ വട്ടത്തിലാണ് വയ്ക്കുക. ഇത് കണ്ടോ, വൈക്കോൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. വൈക്കോലും നെല്ലൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നെല്ല് ഇങ്ങനെ ഗോഡൗൺ, നെല്ലിൻ്റെ ഗോഡൗണാണ് നമ്മളിപ്പോൾ കണ്ടത്. കൊയ്ത്ത് കഴിഞ്ഞാൽ അതവിടെ വന്ന് അത് അരിയാക്കി അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. നല്ല കൃഷിക്കാരാണ്. നോക്കൂ, എന്ത് മനോഹരം, പാടവും വെള്ളവും ഒക്കെ ഉണ്ട്, കണ്ടോ? ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ. വീണ്ടും വയലേലകൾ കണ്ടു. നമ്മളിതാ എത്തിയിട്ടോ, കണ്ടോ? ഈ നദിയാണ് സ്വർണ്ണമുഖി നദി എന്ന് പറയണത്. കണ്ടോ, ഈ സ്വർണ്ണമുഖി നദിയുടെ അപ്പുറത്താണ് ക്ഷേത്രം. ക്ഷേത്രഗോപുരം കാണാമല്ലോ. വലിയ നദിയാട്ടോ ഇത്. അപ്പുറത്തൊരു പാലുണ്ട്. ഇതാ ക്ഷേത്രഗോപുരമാണ് ആ ദൂരെ കാണുന്നത്. നമ്മളവിടെ എത്താറായി. ഇനിയാണ് നമുക്ക് ഫോൺ കൈപ്പിടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കണത്. ചെക്കിങ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഫോൺ എടുക്കണില്ല കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് ബസ്സിൽ തന്നെ വെച്ചിട്ട് പോകാനാണ് പറഞ്ഞിരിക്കണത്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറാനുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റെപ്പുകൾ കയറിയതിന് ശേഷമാണ് ക്ഷേത്രത്തിനടുത്ത് എത്തുക. എല്ലാ ക്ഷേത്രങ്ങൾക്കും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഒരു മല തന്നെയാണ് ശരിക്കും ഇത്. ഇവിടെ 2-3 മലകളുണ്ട്. ഒരു മലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ മലയല്ല കേട്ടോ. എങ്കിലും അതിൻ്റെ നോക്കൂ, നമ്മളതിൻ്റെ മുൻഭാഗത്ത് എത്തി. കണ്ടോ, ഞാൻ ഇതേവരെ മാക്സിമം എൻ്റെ ഫോൺ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. നമ്മൾ എത്തി. അവിടെ അമ്പലത്തിന് മുന്നിലുള്ള കുറച്ച് കടകളാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ അമ്പലത്തിൽ കിടന്നു. രാഹുപൂജ ചെയ്യാനുള്ള ആൾക്കാർ അങ്ങോട്ട് പോയി. ബാക്കിയുള്ള എല്ലാവരും എല്ലായിടത്തും തൊഴുത് വഴിപാടൊക്കെ ചെയ്തു. ഭഗവാൻ പരമശിവനെ തൊഴുതു. വളരെ ഹൈറ്റുള്ള ഒരു വിഗ്രഹമാണ് ശിവലിംഗം ഇവിടുത്തെ. അതുപോലെ തന്നെ പാതാള ഗണപതിയും തൊഴുതു. ഭഗവതിയുടെ അമ്പലത്തിൽ അവിടെയും തൊഴുതു. അതുപോലെ തന്നെ ഉള്ളിൽ ഭഗവതിയുടെ അമ്പലത്തിൽ ഉള്ളിൽ പോയി തൊഴുതുണ്ടെങ്കിൽ ഓരോ പ്രത്യേക പോയിന്റിൽ നിന്നാൽ നമുക്ക് താഴികക്കുടം, കൊടിമരം ഒക്കെ കാണാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് അതൊക്കെ കാണിച്ചു തന്നു. മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് ഞങ്ങൾ കണ്ണപ്പൻ്റെ ഗോപുരവും കാണിച്ചു തന്നു ഞങ്ങൾക്ക്. അത് പുറത്തു നിന്ന് നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല അത്രേ. രാഹു കേതു ദോഷങ്ങളൊക്കെ എല്ലാവർക്കും മാറിയിട്ടുണ്ട്. ഓക്കെ, ഭഗവാനെ കണ്ടു, ദേവിയെ കണ്ടു. തൊഴുതില്ല എല്ലാവരും. കുറച്ച് പേർക്ക് പാതാള ഗണപതിയിൽ പോകാൻ പറ്റും കേട്ടോ. അത് രാഹുകേതു ചെയ്യാത്തവർക്ക് പാതാള ഗണപതി ചെയ്യാത്തവർക്ക് രാഹുകേതു ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത്ര വ്യത്യാസമേ ഉള്ളൂ. നമുക്കിനി 1 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് തിരുപ്പതി വരെ പോകാൻ. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ 2:35 നമ്മുടെ ട്രെയിൻ. ഓക്കെ, 1 മണിക്കൂർ സമയമാണ് ഇവിടെ നിന്ന് A2Bയിലേക്ക് പോകാൻ. അവിടെ നിന്ന് വേണം നമുക്ക് കഴിച്ചിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. അപ്പോൾ 2:35 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഏത് പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം വലിയ കണ്ടല്ലോ, വലിയ സ്റ്റേഷനാണ്. 8-10 പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് അവിടെ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഭക്ഷണം കഴിക്കാൻ. ലഞ്ച് കഴിച്ചിട്ടായിരിക്കും പോവുക. ഇനി നിങ്ങൾ ലഞ്ച് കഴിക്കുമ്പോൾ ഡിന്നർ വേണമെന്നുള്ളവർക്ക് കഴിക്കാൻ വരുമ്പോൾ തന്നെ അവരോട് പാഴ്സൽ പറയുക. ഒരു ടേബിൾ ഒന്നിച്ച് പറയുക. അപ്പോൾ ആദ്യം ഇപ്പോഴേ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും. അവിടെ ചൈനീസ് ഐറ്റം, അതായത് നൂഡിൽസോ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ആണെങ്കിൽ ഒരു ഹോട്ട് പാക്ക് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഫുഡും വളരെ സേഫ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ സമയം അനുസരിച്ച് കഴിച്ചിട്ട് കിടന്നാൽ മതി. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കുമ്പോൾ വരുന്ന വെയിറ്ററോട് നിങ്ങളുടെ ഓർഡർ പറയുക, പാഴ്സൽ എടുത്തോളാൻ പറയുക. അപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ പാഴ്സൽ കയ്യിൽ കിട്ടും. കഴിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് പാഴ്സൽ പറയാൻ. ചെല്ലുമ്പോൾ നിങ്ങളുടെ ഓർഡർ റെഡിയാണ്. നമുക്കറിയാമല്ലോ, ചെല്ലുമ്പോൾ തന്നെ മീൽസ് വന്നേക്കും. അതിന് A2B തന്നെയാണ്. സ്വീറ്റ്സ് മേടിക്കുന്നവർക്ക് സ്വീറ്റ്സ് മേടിക്കാം.
അവിടെ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ്. ആർക്കെങ്കിലും ഒക്കെ സ്വീറ്റ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്വീറ്റ്സ് മേടിക്കാം. ചെന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിന്നറിന് ആവശ്യമുള്ളവർ ഡിന്നർ പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിറങ്ങുമ്പോൾ പാഴ്സൽ കിട്ടും. അപ്പോൾ അതുമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ ട്രെയിനിൽ നിന്ന് തന്നെ കഴിക്കാം. വേറെ എങ്ങും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആരെയും നോക്കണ്ട. സ്വിഗ്ഗി ഓൺലൈനോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് മേടിച്ച് കഴിച്ച് വെറുതെ വയറ് മോശമാക്കണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനിനി ടിക്കറ്റ് എല്ലാവർക്കും തരാം. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് അല്ല കൊല്ലത്ത് നിന്ന് കയറുമ്പോൾ നമ്മൾ ഡ്യൂട്ടി എടുത്ത് ആദ്യം എല്ലാവരും ടിക്കറ്റ് ഞാൻ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ആരോടും ടിക്കറ്റ് ചോദിച്ചില്ലല്ലോ വന്നു. പക്ഷെ ഇവിടുത്തെ അങ്ങനെയല്ല. ഇവിടുത്തെ GT എല്ലാവരും ടിക്കറ്റ് നോക്കും, ഇൻഡിവിജ്വലി നോക്കും. അപ്പോൾ ഞാൻ കോപ്പി എല്ലാവർക്കും തന്നിക്കാം കേട്ടോ. ഓക്കെ, യാത്ര അവസാനിക്കാറായി നമ്മുടെ. അപ്പോൾ നമ്മളിൽ കുറച്ച് പേര് അവർക്കൊരു താങ്ക്സ് ഒക്കെ പറയുകയാണ്. 2 കോർഡിനേറ്റേഴ്സ്, ഒരാൾ അരുണും മറ്റേ ആൾ ആദർശും. അവർ നല്ല സർവീസാണ് ഞങ്ങൾക്ക് തന്നത്. അവർക്ക് പ്രത്യേകം നന്ദി ഞാനും പറയുകയാണ് കേട്ടോ. എങ്കിലും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാൾ അവർക്ക് താങ്ക്സ് പറഞ്ഞു, ഒരാളല്ല 2 ആൾ പറഞ്ഞു താങ്ക്സ് കേട്ടോ. അവരോട് കൂടുതൽ സ്നേഹത്തോട് നിങ്ങൾ പെരുമാറണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അംഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെല്ലാം സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഒരു വേദന പോലും തോന്നാതെ നിങ്ങളെ ഇവിടം വരെ എത്തിച്ചു. എല്ലാവരും കൈയ്യടി കൊടുക്കുക. ആത്മമിത്രങ്ങളെ, നമ്മുടെ ഈ തീർത്ഥയാത്ര ഒരു ആപത്തും കൂടാതെ സമ്പൂർണ്ണ വിജയപ്രദമാക്കി തീർക്കാൻ വേണ്ടി നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീമാൻ ആദർശ എന്ന അരുൺ, പിന്നെ ഈ മോക്ഷയുടെയും അതിൻ്റെ സഹോദര സ്ഥാപനമായ ദർശനയുടെയും സമ്പൂർണ്ണ വിജയത്തിന് ഓഫീസിൽ ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരല്ല, ഇവരെപ്പോലുള്ള മകൾ വ്യക്തികളുടെ കഷ്ടപ്പാടാണ് ഈ കമ്പനി ഇനിയിപ്പോൾ ലിമിറ്റഡ് കമ്പനിയാവാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരെപ്പോലുള്ള ആൾക്കാരാണ് ഈ പ്രസ്ഥാനത്തിന് ആവശ്യവും. അതോടെ മോക്ഷയും ദർശനയും ഈ ഫീൽഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് വേണം വളരെ പ്രാധാന്യം നൽകേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ കൊണ്ടുപോയ ഡ്രൈവർക്ക് നമ്മുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവരും കൂടി നന്ദി. നമസ്കാരം. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തിനും വളരെ നന്ദി. എല്ലാവരും മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ വളരെ ഹാപ്പിയാണ്. സോ ഇനി നമുക്ക് ഈ ടീമായിട്ട് ഒരു യാത്ര കൂടി പോകണം കേട്ടോ. അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നോക്കാം, നമ്മൾ നോക്കാം എല്ലാവരും ഒന്നിച്ചുള്ളവരാണോ ഇരിക്കുന്നതാണ്. സാറാണ് നമ്മുടെ ഇന്ദുജൂന സാറ് വേണം ടീമിൽ നയിക്കാൻ. ഓക്കെ, ഇനി ഫാമിലിയിൽ നിന്ന് എല്ലാവരുമായിട്ട് വരണം, ഇതുപോലെ ആറല്ലാതെ. അപ്പോൾ നമ്മളിതാ 3 ദിവസത്തെ ചെറിയ യാത്ര തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, എറണാകുളം വരെയുള്ള ആൾക്കാരുണ്ട്, തൃശ്ശൂർ വരെയുള്ള. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് 3 ദിവസം ഒരു ബസ്സിൽ, ഒരേ താമസ സ്ഥലം, ഒരേ ഭക്ഷണശാല, ഒരേ ബസ്, അങ്ങനെ ഫാമിലി പോലെ തന്നെയായിരുന്നു. ഫാമിലി പോലെ ആയി. ഫാമിലിയുടെ പോയപ്പോഴും നമ്മളിങ്ങനെ ചിലപ്പം ഓരോരുത്തരും ഓരോരോ ഇഷ്ടപ്പെട്ട കടകളിലൊക്കെ ആയിരിക്കും പോയി കഴിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളെല്ലാം ഒരേപോലെ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ, അതായത് കൂട്ടായ്മയും കൃത്യനിഷ്ഠതയാണ് ഈ യാത്ര വിജയിപ്പിച്ചത്. കാരണം ഞാൻ പറയുന്നതിനെക്കാട്ടി എല്ലാവരും 15 മിനിറ്റ് മുമ്പ് നേരത്തെ റെഡിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അമ്മമാരൊക്കെ ഞാൻ ഓടുന്നതിന് അപ്പുറം ഓടാൻ ശ്രമിച്ചു, എത്തിച്ചു. വളരെ നന്ദി. അപ്പം എല്ലാവരും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ഓക്കെ, എൻ്റെ പേരിലും ആദർശിൻ്റെ പേരിലും ദർശനിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ കോർഡിനേറ്റേഴ്സിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും അവരവരുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ വണ്ടി ദാ വിട്ടു കേട്ടോ. 2:30 മണിക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2:30 മണിക്ക് തൃശ്ശൂർ എത്തുന്നതാണ് ഏകദേശം ഒരു സങ്കല്പം. നോക്കൂ, തിരുപ്പതി, ടാറ്റ തിരുപ്പതി. അങ്ങനെ നമ്മൾ പോയി. ഇപ്പോൾ കോയമ്പത്തൂർ എത്താറായിട്ടോ. അപ്പോൾ സമയം നോക്കൂ, സന്ധ്യയായി തുടങ്ങി. ഈ സൂര്യൻ അസ്തമിക്കാൻ പോണു. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താ? 2:30 എത്തുമെന്നാണ് പറഞ്ഞത് തൃശ്ശൂർ. പക്ഷേ പറയുന്നത് ചിലപ്പോൾ 1:30 എത്തുമെന്നൊക്കെയാണ്. അപ്പോൾ ഉറങ്ങാൻ അധികം സമയം കിട്ടില്ല, പെട്ടെന്ന് തന്നെ കിടക്കാമെന്ന് വെച്ചു. ഇന്നത്തെ ഒട്ടും റെസ്റ്റ് എടുത്തിട്ടില്ലല്ലോ ഒന്ന്.
അപ്പം എന്താ സന്ധ്യയായി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും രാജേട്ടനും വാങ്ങിയത് ന്യൂഡിൽസാണ് കേട്ടോ. പിന്നെ കുശലും ചൂടനും ശശി വാസന്തിയൊക്കെ വാങ്ങിയത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കണ്ടോ, പുലാവ് എന്നൊക്കെ പറയില്ലേ, ഇതാ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ന്യൂഡിൽസ്, ഇതവരുടെയും. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിച്ചിട്ട് വേണം ഒന്ന് കിടക്കാനായിട്ട്. ഒന്ന് പതുക്കെ ഉറങ്ങുമ്പോഴേക്കും നമ്മുടെ വണ്ടി എത്തും കേട്ടോ. ഉണ്ടാവും, പക്ഷേ കഴിക്കാൻ പറ്റുമോ? അതിന് മറ്റേ ഫോർക്ക വേണ്ട. ഇത് പോയ കണ്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി. കറക്റ്റ് 1 മണിക്ക് തൃശ്ശൂർ എത്തിയിട്ടോ. തൃശ്ശൂരെത്തി ഞങ്ങളെല്ലാവരും വന്ന 6 പേരും ഒരു വലിയ വണ്ടി വിളിച്ചിട്ട് വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ യാത്ര സൂപ്പറായി, എല്ലാവർക്കും സന്തോഷമായി. ശനിയാഴ്ച വെളുപ്പിന് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? നല്ല യാത്രയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യാത്ര ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നുണ്ടോ? നല്ല രസമാട്ടോ. ഒന്ന് പതുക്കെ നോക്കിക്കോളൂ കേട്ടോ.